ബോബി ചെമ്മണ്ണൂർ 4 രാത്രി കൂടി കാക്കനാട് ജയിലിൽ അങ്ങ് കിടക്കട്ടെ. അയാൾക്ക് പ്രത്യേകതയൊന്നുമില്ല. എല്ലാ പ്രതികളും കോടതിക്ക് ഒരുപോലെയാണ്. ബോബിയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് കൃത്യമായ സന്ദേശം. പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധ വേണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് കോടതി മാറ്റിവെച്ചത്. ഒരു കമന്റ് പോലും നടത്താതെ ബോബി ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്നും ആരാഞ്ഞു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണിതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണ്. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. തന്നെ തടഞ്ഞുവെച്ചത് യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണ്. 24 മണിക്കൂറിലധികം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു. തന്നെ ഇരുട്ടിൽ നിർത്തുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവെന്നും ഹർജിയിൽ പറയുന്നു. ഒരു കമന്റും നടത്താതെ ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പരിഹസിച്ച കോടതി മറുപടി പറയാൻ പോലീസിന് സമയം നൽകി. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. ന്യൂസ് 18 കൊച്ചി.